മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട CMRL നൽകിയ അപ്പീലിൽ ഹൈക്കോടതിയിൽ വാദം തുടരുന്നു. കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ലെന്നും നിയമപരമായ ഒരു FIR പോലും ഇല്ലാതെയാണ് ഇഡി അന്വേഷണമെന്നും CMRL വാദിച്ചു. ഇഡിയുടെ പരിധിക്ക് പുറത്തുള്ള കേസാണിത്. അധികാര പരിധിയില്ലാത്ത കമ്പനിയെയോ വ്യക്തിയോ അന്വേഷണ വിധേയമാക്കാൻ കഴിയുമോ എന്നും CMRL ചോദിച്ചു. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ കോടതിക്ക് ഇടപെടാനാകില്ലെന്ന് ഇഡി വാദിച്ചു. അന്വേഷണം അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന CMRLനോട് ഹൈക്കോടതിയും ചോദിച്ചു. ഇടക്കാല സ്റ്റേ നൽകാനാവില്ലെന്നും വാദം ഇപ്പോൾ തന്നെ കേൾക്കാമെന്നും കേസ് പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് രാജ വിജയരാഘവൻ, വിജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് സാലി വിവരങ്ങൾ നൽകും. സാലി, ഇപ്പോൾ അതിൽ ഒരു വാദം പുരോഗമിക്കുമ്പോൾ അടിയന്തര സ്റ്റേ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇഡി നിലവിലുള്ള അന്വേഷണം തുടരാം. അതിനപ്പുറത്തേക്ക് ഇരുകൂട്ടരും ഉന്നയിക്കുന്ന വാദങ്ങൾ എന്തൊക്കെ? ജിൽസി, കേരളത്തിൽ രാഷ്ട്രീയമായി വലിയ പ്രതിഫലനമുണ്ടാക്കുന്ന കേസിന്റെ വലിയ തോതിലുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേസ് എടുത്ത ഉടനെ തന്നെ കോടതി വ്യക്തമാക്കുകയായിരുന്നു ഈ കേസിൽ എന്തായാലും അടിയന്തര സ്റ്റേ അനുവദിക്കുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് ഇരുഭാഗത്തോടും ഈ കേസിൽ തുടർവാദത്തിന് വിശദവാദത്തിന് തയ്യാറാണോ എന്ന് കോടതി ആരാഞ്ഞു. ഇരുഭാഗവും അതിന് തയ്യാറാണ് എന്ന് അറിയിച്ചതോടുകൂടിയാണ് ഇന്നു തന്നെ ഒരു തീരുമാനം, ഒരു വിധിയുണ്ടാകുന്ന വിധത്തിലേക്ക് കോടതി കാര്യങ്ങൾ നീക്കാൻ തുടങ്ങിയത്. തുടർന്ന് ആദ്യം നടന്നത് CMRLന്റെ വാദമാണ്. CMRL നേരത്തെ ജിൽസി പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ FIR ഉൾപ്പെടെ ഇല്ല, ഒരു കൃത്യമായ പരാതിയില്ല. ഇത്തരത്തിലുള്ള ഒരു പരാതിയോ FIRോ ഇല്ലാതെ അന്വേഷണത്തിന് നിയമപരമായ പിൻബലമില്ല എന്നതാണ് CMRLന്റെ പ്രധാന വാദം. അതോടൊപ്പം CMRL വാദിക്കുന്ന മറ്റൊരു കാര്യം, ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലോ അല്ലെങ്കിൽ അഴിമതിയോ നടന്നിട്ടില്ല. ഇത്തരം ഒരു പ്രാഥമികമായ ഒരു കുറ്റകൃത്യമില്ലാതെ ഇഡിക്ക് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനാകില്ല എന്നതാണ് CMRL മുന്നോട്ട് വെച്ച വാദം. ഇക്കാര്യത്തിൽ കോടതി CMRLനോട് ആരാഞ്ഞു. ഈ കാര്യത്തിൽ അന്വേഷണത്തിനുള്ള അവസരം നൽകുകയല്ലേ വേണ്ടത് എന്ന CMRLനോടുള്ള ചോദ്യത്തിനായിരുന്നു ഇത്തരത്തിലുള്ള മറുപടികൾ CMRL നൽകിയത്. തുടർന്ന് വിജയ് മദൻലാൽ ചൗധരിയുടെ 2022 സുപ്രധാനമായ വിധിന്യായം ഉടനീളം വായിച്ചുകൊണ്ടായിരുന്നു CMRLന്റെ വാദം. മറിച്ച് ഇഡിയുടെ വാദത്തിലേക്ക് വന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും നിലനിൽക്കില്ല എന്നതാണ് ഇഡി ആദ്യമായി ഹൈക്കോടതിയിൽ വാദിച്ചത്. ഇത് കേസ് ആദ്യഘട്ടത്തിലാണ്, ആരംഭഘട്ടത്തിലാണ്. ഈ സമയത്ത് കോടതിക്ക് ഇടപെടാനാകില്ല എന്ന വാദമാണ് ഇഡി ഉന്നയിച്ചത്. എന്തായാലും ഇന്ന് തന്നെ ഈ കേസിൽ ഒരു വിധിയുണ്ടാകും എന്നത് നമുക്ക് കരുതാം. ജിൽസി, അപ്പോൾ ഇന്ന് തന്നെ ഒരു വിധി ഈ കേസിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഹർജികളിന്മേലുള്ള വാദം തുടരുകയാണ്. ഒരു അടിയന്തര സ്റ്റേ ഇല്ല എന്നുള്ള കാര്യം ഹൈക്കോടതിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. മുഹമ്മദ് സാലിഹാണ് വിവരങ്ങൾ നൽകിയത്.